Hello everyone, welcome to Nafi the Educator. It's me, Nafi. Yes, മക്കളെ നിങ്ങൾ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം 2-3 കാര്യം കമൻറ്റ് ചെയ്യുക. ഒന്ന്, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ക്ലാസ് 8 ആണോ, ക്ലാസ് 9 ആണോ, SSLC ആണോ? നിങ്ങൾ ഏത് മീഡിയമാണ്? ഇംഗ്ലീഷ് മീഡിയം ആണോ, മലയാളം മീഡിയം ആണോ എന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ പറയാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി മുതൽ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ അരമണിക്കൂർ അധികം നിങ്ങൾക്ക് ക്ലാസ്സുകൾ സ്കൂളിൽ നിന്ന് ഉണ്ടാകും. എന്ന് വെച്ചാൽ രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാണ് നിങ്ങളുടെ സ്കൂൾ ടൈം. അപ്പോൾ ഹൈസ്കൂളിൻ്റെ സ്കൂൾ ടൈമിങ്ങിൽ മാറ്റമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ വാർത്ത. നിങ്ങളുടെ കാണുന്ന ന്യൂസ് പേപ്പർ കട്ടിങ്ങിലും കാണുന്നുണ്ടാവും. രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെ നിങ്ങൾക്ക് എന്തുണ്ടാവും? യെസ്, നിങ്ങൾക്ക് ഇനി സ്കൂളുകൾ ഉണ്ടാകും. അപ്പോൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സമയമാറ്റം ആദ്യം അറിഞ്ഞിരിക്കണം. 9:45 മുതൽ 4:15 വരെ നിങ്ങൾക്ക് സ്കൂൾ ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത്തത്, ഈ കൊല്ലം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന അക്കാഡമിക് ഇയറിൽ 7 ശനിയാഴ്ചകൾ കൂടി പ്രവൃത്തി ദിനമായിരിക്കും. അതായത് ഈ കൊല്ലം 2025-26 കാലയളവിൽ 7 ശനിയാഴ്ച 7 സാറ്റർഡേയ്സ് കൂടി നിങ്ങൾക്ക് വർക്കിംഗ് ഡേ ആയിരിക്കും. അതായത് പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വർക്കിംഗ് ഡേയ്സ് നഷ്ടമാവാൻ സാധ്യതയുണ്ട്. പോർഷൻസ് ഒക്കെ ഒരുപാട് അധികമുണ്ട്. ആ പോർഷൻസ് കവർ ചെയ്യാനാണ് അരമണിക്കൂർ അധികമാക്കുന്നതും 7 സാറ്റർഡേയ്സ് വർക്കിംഗ് ഡേയ്സ് ആക്കാനുള്ള കാരണം. അപ്പോൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിലുള്ള മാറ്റം ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വമ്പം മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇക്കൊല്ലം മുതൽ നിങ്ങളുടെ ക്ലാസ്സുകളിൽ കാണാൻ പറ്റുന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ പല കുട്ടികളുടെയും ഡൗട്ടാണ്, സാറേ ജൂൺ 2 തന്നെ സ്കൂൾ തുറക്കുമെന്ന്. ജൂൺ 2 തന്നെ സ്കൂൾ തുറക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുള്ളത് വേറെ പ്രത്യേകിച്ച്, അതായത് ഭയങ്കരമായിട്ട് സിവിയർ ആയിട്ടുള്ള ക്ലൈമറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ജൂൺ 2 തന്നെ സ്കൂൾ തുറക്കും എന്നാണ്. അന്ന് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ് അറിവിൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ആരൊക്കെ പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുക. അവരോട് ഇപ്പം തന്നെ ഈ വിവരം അറിഞ്ഞോ ഇല്ലയോ എന്ന് ചോദിക്കുക. എന്നിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വിവരം എത്തിക്കുക. അതായത് ഇനി ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെ നിങ്ങൾക്ക് എന്തുണ്ടാവും, സ്കൂളിലെ ക്ലാസ്സുകൾ ഉണ്ടാകും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇനി അടുത്ത കൊല്ലം 2025-26 എന്ന അക്കാഡമിക് ഇയറിൽ 7 സാറ്റർഡേയ്സ് എന്തായിരിക്കും, വർക്കിംഗ് ഡേയ്സുമായിരിക്കും. ഈ തീരുമാനത്തോട് നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എന്തായാലും ഹാപ്പിയാണോ നിങ്ങൾ? നിങ്ങൾ ഇതിനെ നെഗറ്റീവായിരുന്നു കാണരുത്. കാരണം നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കുകളാണ്, ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ഈ കണ്ടന്റൊക്കെ പഠിപ്പിച്ച് തീർക്കണമെങ്കിൽ കുറച്ചധികം സമയം വേണം. അപ്പോൾ ആ സമയത്തിന് വേണ്ടിയിട്ടാണ് ദിവസവും അരമണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്യിക്കുന്നതും. ചില ഹോളിഡേയ്സ് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ചില സാറ്റർഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിംഗ് ഡേയ്സ് നഷ്ടമാവല്ല, നിങ്ങളുടെ ചില ഡേയ്സ് ഒക്കെ നിങ്ങളുടെ വർക്കിംഗ് ഡേയ്സ് നഷ്ടമാവാൻ ചാൻസ് ഉണ്ടല്ലേ. പല ജയന്തികളും അതേപോലെ തന്നെ പല ഹോളിഡേയ്സും വരുന്നുണ്ട്. ആ ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങളുടെ വർക്കിംഗ് ഡേ നഷ്ടമാവാനുള്ള ചാൻസ് ഉണ്ട്. ആ നഷ്ടമാവുന്ന വർക്കിംഗ് ഡേയ്സ് തിരിച്ചു പിടിക്കാനായിട്ടാണ് 7 സാറ്റർഡേയ്സിൽ നിങ്ങളുടെ ക്ലാസ് വെക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യത്തിനാണ്. നിങ്ങൾ നെഗറ്റീവ് നടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നുള്ളത് കാര്യം ഓർത്ത് വെക്കട്ടോ. ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.